ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയുടെ സന്ദേശത്തിന് പിന്നാലെ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇറാൻ. വടക്കൻ ഇസ്രയേലിലേക്ക് നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 30 പേർക്ക് പരിക്കേറ്റു. നിരവധി കെട്ടിടങ്ങൾക്ക് നാശനഷ്ടം സംഭവിച്ചു. 44ാം ഘട്ട ആക്രമണം ആരംഭിച്ചതായി IRGC വ്യക്തമാക്കി. ഇറാഖിൽ ഒരു US സൈനിക വിമാനം തകർന്നു വീണു. വെടിവെപ്പിൽ തകർന്നതല്ലെന്ന് സെൻട്രൽ കമാൻഡ്. അതേസമയം തങ്ങളാണ് ആക്രമണത്തിന് പിന്നിലെന്ന് ഇറാഖിലെ സായുധ ഗ്രൂപ്പ് ഇസ്ലാമിക് റെസിസ്റ്റന്റ് അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാനിയൻ പ്രസിഡന്റിനെ വിളിച്ച് ആശങ്ക രേഖപ്പെടുത്തി. US ഇസ്രയേൽ ബന്ധമില്ലാത്ത എണ്ണ കപ്പലുകൾക്ക് പ്രത്യേക അനുമതിയോടെ ഹോർമുസ് കടലിടുക്ക് വഴി യാത്ര ചെയ്യാമെന്ന് ഇറാൻ അറിയിച്ചു. സംഘർഷം രൂക്ഷമാക്കിയാൽ കനത്ത തിരിച്ചടി നൽകുമെന്ന് ട്രംപ് ഭീഷണി മുഴക്കി. കൂടുതൽ വിവരങ്ങളുമായി അജയ് സുധാബിജ് ചേരുന്നുണ്ട്. അജയ്, പ്രതിരോധം ശക്തമാക്കുകയാണ് ഇറാൻ. അതോടൊപ്പം തന്നെ ഹോർമുസ് കടലിടുക്ക് വലിയൊരു ചോദ്യചിഹ്നമായി കൂടി നിലനിൽക്കുകയാണ്. എന്തൊക്കെയാണ് യുദ്ധത്തിന്റെ പുതിയ വിവരങ്ങൾ? അനുശ്രീ, ഇപ്പോൾ പുതിയ ഘട്ടത്തിൽ ഈ ഇസ്രായേലിലേക്ക് ഇറാൻ നടത്തിയ ആക്രമണത്തിലാണ് വടക്കൻ ഇസ്രായേലിലുള്ള ഒരു നഗരത്തിൽ വലിയ കനത്ത രീതിയിലുള്ള നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. വടക്കൻ ഇസ്രായേലിലുള്ള സർസിർ എന്ന് പറയുന്ന നഗരത്തിലായിരുന്നു ഇത്തരത്തിൽ ആക്രമണം നടന്നത്. 30 പേർക്ക് പരിക്കേറ്റതായിട്ടാണ് വിവരമുള്ളത്. നിരവധി കെട്ടിടങ്ങൾക്കും നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഇപ്പോൾ നിരവധി മിസൈലുകൾ ഇറാനിൽ നിന്നും അതുപോലെ തന്നെ ലെബനനിലുള്ള ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ ഭാഗത്തു നിന്നും ഇസ്രായേലിലേക്ക് പോയതായി അവിടുത്തെ ആർമി പ്രസ്താവന ഇറക്കിയിരുന്നു. അപ്പോൾ അതിൽ പല മിസൈലുകളും അവർ ഇന്റർസെപ്റ്റ് ചെയ്ത് നശിപ്പിച്ചെങ്കിലും അതിൽ മിസ്സായ ഒരു മിസൈലാണ് നിലവിൽ ഒരു ഇസ്രായേലിന്റെ വടക്കൻ മേഖലയിൽ പതിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ നിരവധി ആക്രമണങ്ങൾ മേഖലയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ അവരുടെ വിദേശകാര്യമന്ത്രി, ഇറാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അറക്സിയുടെ ഭാഗത്തു നിന്ന് ഒരു എക്സ്പോസ്റ്റ് നിലവിൽ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ അദ്ദേഹം വിശദീകരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ആദ്യം തന്നെ ഇറാൻ യാതൊരുവിധ ആണവ സംവിധാനങ്ങളും ഡെവലപ്പ് ചെയ്യുന്നില്ല എന്ന് അറിയിച്ചതാണ്. എന്നാൽ US-ന് ഇതിൻ്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കാതെ പോയി. അതുകൊണ്ടാണ് ഇത്തരമൊരു ആക്രമണം അവർ ആരംഭിച്ചതെന്നാണ് ഇപ്പോൾ നിലവിൽ ഈ പോസ്റ്റിൽ പറയുന്നത്. അതുപോലെ തന്നെ രണ്ടാമതൊരു കാര്യം പറയുന്നത്, അമേരിക്കയ്ക്ക് ഒരിക്കലും ഈ എണ്ണവില വർദ്ധിക്കുന്നതും അതുപോലെ തന്നെ അവർ ചുമത്തുന്ന ഉയർന്ന താരിഫുകളും കൊണ്ട് സമ്പന്നരാകാൻ കഴിയില്ല. അവർ തീർച്ചയായിട്ടും ഈ കോർപ്പറേറ്റുകളെ സമ്പന്നമാക്കാനും അതുപോലെ തന്നെ സാധാരണക്കാരെ പിഴിയാനുമാണ് US സർക്കാർ ശ്രമിക്കുന്നത് എന്നാണ് ഇപ്പോൾ അബ്ബാസ് അറക്സിയുടെ പോസ്റ്റിൽ വന്നിട്ടുള്ള ഒരു വിശദീകരണം എന്ന് പറയുന്നത്. ഇത് തീർച്ചയായിട്ടും ട്രംപിന്റെ മറ്റൊരു ട്രൂ സോഷ്യൽ പോസ്റ്റിനുള്ള മറുപടി കൂടിയാണ്. ട്രംപ് തൻ്റെ ട്രൂ സോഷ്യൽ പോസ്റ്റിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ ക്രൂഡ് ഓയിൽ വില വർദ്ധിക്കുന്നത് അത് US-ന് അത്യന്തം അവർക്ക് ഗുണമേ ഉണ്ടാകൂ. കാര്യം ക്രൂഡ് ഓയിൽ വില വർദ്ധിക്കുകയാണെങ്കിൽ US ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉൽപ്പാദകരിൽ ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ക്രൂഡ് ഓയിൽ വില വർദ്ധിക്കുന്നത് അത് തീർച്ചയായിട്ടും US-ന് ഗുണം ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് US-നുള്ളിൽ തന്നെ ഈ ജനങ്ങൾക്കിടയിൽ ഈ ക്രൂഡ് ഓയിൽ വർധനവിൽ ഒരു പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യാനാണ് ട്രംപ് ഇതുവഴി തന്നെ ആദ്യം ശ്രമിച്ചത്. അതുപോലെ തന്നെ ട്രംപ് ഈ പോസ്റ്റിൽ തന്നെ പറയുന്നുണ്ട്, തൻ്റെ അത്യന്തമായിട്ടുള്ള ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് ഇറാനെ ആണവ സംവിധാനം ഉണ്ടാക്കുന്നതിൽ നിന്ന് തടയുകയാണ്. അത് മിഡിൽ ഈസ്റ്റിൻ്റെയും ലോകത്തിൻ്റെ നന്മയ്ക്കും അത് കാരണമാകും എന്ന് ട്രംപ് അടുത്ത പോസ്റ്റിൽ വിശദീകരിക്കുന്നുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾക്കുള്ള മറുപടിയാണ് നിലവിൽ അബ്ബാസ് അറക്ചി വ്യക്തമാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇറാന്റെ പുതിയ പരമോന്നത നേതാവായിട്ടുള്ള മുജ്തബ ഖമനയുടെ ഭാഗത്തു നിന്നുള്ളൊരു പ്രസ്താവന കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അതിനുശേഷമാണ് ഇറാൻ പുതിയ ഘട്ട ആക്രമണങ്ങൾ അത് കൂടുതൽ കടുപ്പിച്ചതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. മുജ്തബ ഖമനയി തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത്, ഹോർമുസ് കടലെടുക്ക് വഴിയുള്ള ഗതാഗതം അത് ഒരിക്കലും അനുവദിക്കില്ല, അത് പൂർണ്ണമായും തടയുക തന്നെ ചെയ്യും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇറാന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ മറ്റൊരു വിശദീകരണം അക്കാര്യത്തിനെ പറ്റി കൂടുതൽ വന്നിട്ടുള്ളത്, പ്രത്യേക അനുമതിയോടെ കപ്പലുകൾക്ക് ഇതുവഴി യാത്ര ചെയ്യാൻ സാധിക്കും. എന്നാലും US ഇസ്രായേലി ബന്ധമില്ലാത്ത കപ്പലുകളെ മാത്രമേ ഇതുവഴി ഗതാഗതത്തിന് അനുവദിക്കൂ എന്നുമാണ് ഇപ്പോൾ നിലവിൽ ഇറാന്റെ ഭാഗത്തു നിന്ന് ഒരു വിശദീകരണം വന്നിട്ടുള്ളത്. ഇന്ത്യ എന്തായാലും കൂടുതൽ കപ്പലുകളെ മേഖലയിലൂടെ കടന്നു പോകാനായിട്ടുള്ള അനുമതി അത് ഇറാനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ 2 കപ്പലുകൾക്ക് കടന്നു വരാനുള്ള അനുമതി ഇന്നലെ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇപ്പോൾ അടുത്ത് 28 കപ്പലുകൾക്ക് കൂടിയുള്ള അനുമതി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം തേടിയിട്ടുണ്ട് എന്നാണ് വിവരമുള്ളത്. ഇപ്പോൾ ഈയൊരു സംഘർഷം നടന്നതിന് ശേഷം ആദ്യഘട്ടത്തിൽ ഇന്ത്യ ഒരു
ന്യൂട്രലായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചതെങ്കിലും ഇപ്പോൾ പല ഘട്ടങ്ങളിലാണെങ്കിലും ഇറാനുമായി ബന്ധം സ്ഥാപിക്കാനായിട്ട് ഇന്ത്യ ശ്രമിക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ പലതരം വിമർശനങ്ങൾ ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ നിലപാടിനെ പറ്റി വന്നിരുന്നു. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇസ്രായേൽ സന്ദർശനത്തിന് ശേഷമാണ് ഈ ആക്രമണം ഉണ്ടായതെന്നതും പിന്നെ അതുപോലെ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വാക്കുകൾ അത് ഇന്ത്യയും ഇസ്രായേലിനോടൊപ്പമാണ് എന്നുള്ള രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളുമെല്ലാം ഒരു വലിയ വിമർശനം ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതിനെ തുടർന്നാണ് ഇപ്പോൾ നിരന്തരം ഇറാനുമായിട്ട് ഇന്ത്യ ഒരു ബന്ധം വയ്ക്കുന്നത്. ആദ്യം ആയത്തുള്ള അലി ഖമനയുടെ മരണത്തിൽ ഒരു അനുശോചനം രേഖപ്പെടുത്തി. അതിനുശേഷം ഇപ്പോൾ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള എസ് ജയശങ്കർ ഇറാൻ്റെ വിദേശകാര്യമന്ത്രിയെ ബന്ധപ്പെട്ടു. അതിനെ തുടർന്നുള്ള ചർച്ചകൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ നിലവിൽ 2 കപ്പലുകൾക്ക് യാത്ര അനുവദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നിലവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാനിയൻ പ്രസിഡന്റായിട്ടുള്ള മസൂദ് പെസഷ്കിയാനെ ടെലിഫോൺ വഴി ബന്ധപ്പെട്ടു. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം ടെലിഫോൺ വഴി ബന്ധപ്പെട്ടപ്പോൾ ഈ മേഖലയുടെ സംഘർഷത്തിൽ ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൊല്ലപ്പെടുന്ന ആളുകൾ അതുപോലെ തന്നെ ഈ കെട്ടിടങ്ങൾക്കുണ്ടാകുന്ന നാശനഷ്ടം ഇതിലെല്ലാത്തിനും ആശങ്ക രേഖപ്പെടുത്തുകയും ഇന്ത്യക്കാരുടെ ഒരു സുരക്ഷയെപ്പറ്റി കൺസേൺ രേഖപ്പെടുത്തുകയും ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മേഖലയിലൂടെയുള്ള ചരക്ക് ഗതാഗതം ഇതിനെ സംബന്ധിച്ചുള്ള ഒരു കാര്യങ്ങളും പ്രധാനമന്ത്രി സൂചിപ്പിച്ചതായിട്ട് അദ്ദേഹം പിന്നീട് തൻ്റെ എക്സ്പോസിൽ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസമുണ്ടായ യുദ്ധത്തിൻ്റെ ഏറ്റവും വലിയ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് US-ൻ്റെ ഫ്യുവൽ ഫില്ലിംഗ് വിമാനങ്ങളിലൊന്ന് തകർന്ന് താഴെ വീണു എന്നുള്ളതാണ്. US-നെ ഈ യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ള വിമാനങ്ങളിലൊന്നാണ് ഈ റീഫ്യൂവലിംഗ് വിമാനം. അവരുടെ KC-135 എന്ന വിമാനമാണ് തകർന്നു വീണത്. ഈ ഒരു വിമാനം ഇറാഖിൻ്റെ പടിഞ്ഞാറൻ മേഖലയിൽ തകർന്നു വീഴുകയായിരുന്നു. ഇതിന് US സെൻട്രൽ കമാൻഡ് നൽകിയിട്ടുള്ള ഒരു വിശദീകരണം എന്ന് പറയുന്നത് ഇത് വെടിവയ്പ്പിൽ തകർന്നതല്ല, സാങ്കേതിക തകരാർ കാരണം തകർന്നു വീണതാണ് എന്നാണ് അവർ നൽകിയിട്ടുള്ള വിശദീകരണം. എന്നാൽ ഇറാഖിലെ ഒരു സായുധ ഗ്രൂപ്പായിട്ടുള്ള ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട്. അവർ പറയുന്നത് മേഖലയിലുള്ള ഈ ഇറാഖിനുള്ളിൽ തന്നെയുള്ള US സൈനിക കേന്ദ്രങ്ങൾക്കെതിരെ തങ്ങൾ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, തങ്ങളുടെ വെടിവയ്പ്പിലാണ് ഈ വിമാനം തകർന്നത് എന്നാണ് ഈ ഇസ്ലാമിക് റെസിസ്റ്റൻസ് നിലവിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ US-ൻ്റെ ഈ ആക്രമണത്തെ തുടർന്ന് ഈ വിമാനം തകർന്നു വീണപ്പോൾ അവരുടെ ഒരു പൈലറ്റിനെയും മറ്റ് സഹജീവനക്കാരനെയും കാണാതായിട്ടുണ്ട്. ഇവർക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണവും നിലവിൽ US-ൻ്റെ ഭാഗത്തു നിന്ന് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഒരു ആക്രമണത്തിൽ, അതായത് ഇറാഖിലെ കുർദിഷ് മേഖലയിൽ ഇറാൻ നടത്തിയിട്ടുള്ള ആക്രമണത്തിൽ അവരുടെ ഒരു സൈനികൻ കൊല്ലപ്പെട്ടതായിട്ട് ഇമ്മാനുവൽ മാക്രോൺ എക്സിൽ കുറിച്ചിട്ടുണ്ട്. അതുപോലെ അവരുടെ നിരവധി സൈനികർക്ക് പരിക്കേറ്റതായിട്ടും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഈ കുർദിഷ് മേഖലയിൽ ഫ്രാൻസിൻ്റെയും ഒരു സൈനിക ക്യാമ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടേക്ക് നടന്ന ആക്രമണത്തിലാണ് ഒരു സൈനികൻ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായത്. ഇതിൻ്റെ ഗൾഫ് മേഖലയിലേക്കും ഇറാൻ്റെ ആക്രമണം അതിരൂക്ഷമായി തുടരുകയാണ്. സൗദി അറേബ്യ നിരവധി ഡ്രോണുകൾ ഉൾപ്പെടെ ഇൻ്റർസെപ്റ്റ് ചെയ്തതായിട്ട് വിവരമുണ്ട്. ബഹ്റൈനിൽ ഇപ്പോഴും ജാഗ്രതയും തുടരുകയാണ്. സൈറനുകൾ ഉൾപ്പെടെ ഇന്ന് രാവിലെ മുഴങ്ങുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.